എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ മൂടും കുത്തി വീണു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് MRC ഷമീറിൻ്റെ ഒരു അവസ്ഥ. ഷമീർ ഇന്നലെ ലൈവായിട്ട് പോയിട്ട് പുള്ളിക്കാരൻ ഡ്രഗ് ടെസ്റ്റ് വീണ്ടും നടത്തി ഫുൾ നെഗറ്റീവാണെന്ന് തെളിയിച്ച് മാസ് അടിച്ച് കൈയടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പോയിട്ടുണ്ട്. അപ്പുറത്ത് സീക്രട്ട് ഏജൻറ്റ് വന്നിട്ട് കൈക്കല്ലടാ നിൻ്റെ കവാല നോക്കി അടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടി കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് മറ്റേ ഇന്നലെ ഷമീർ ഉണ്ടാക്കിയ പുതിയ റിസൾട്ട് ഇതിനകത്ത് ഫുൾ നെഗറ്റീവ്. അപ്പോൾ അങ്ങനെയൊക്കെ സീക്രട്ട് ഏജൻറ്റ് ഇതിനകത്തൂടെ ഇവൻ്റെ പഴയ സാധനം പൊക്കി, അല്ല പഴയ റിപ്പോർട്ട് പൊക്കി. ആ റിപ്പോർട്ടിനകത്ത് സീക്രട്ട് ഏജൻറ്റ് അവകാശപ്പെട്ട പോലെ തന്നെ അവസാനം മാത്രം ഒരു പോസിറ്റീവ് കാണാൻ സാധിക്കുന്നു. THC എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ മറ്റേ ലീഫ് പച്ചല പോസിറ്റീവാണ് കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് തൂക്കിയെന്ന് വെച്ചാൽ ഈ ഷമീറിന് ഒരു കാര്യമില്ലായിരുന്നു. വെറുതെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റിൻ്റെ നെഞ്ചത്തോട്ട് പോയി അങ്ങ് നെഞ്ചത്തോട്ട് പോയി കയറിയപ്പോഴത്തേനും സീക്രട്ട് ഏജൻറ്റ് എന്തിനു ചെയ്ത് അവനെതിരെ തിരിച്ച് വീഡിയോ ചെയ്തു. അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായപ്പോൾ ഈ ഷമീർ ഒരു കാര്യമില്ലാതെ ക്രെഡിബിലിറ്റി ഉള്ള സീക്രട്ട് ഏജൻറ്റ് വിളിക്കട്ടെ, ഞാൻ അയച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധനം ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷമീറിനോട് ഒറ്റ ഇതിൽ ചോദിക്കപ്പെട്ട ചോദ്യം, ഷമീറേ പഴയ റിസൾട്ട് കാണിക്കും, പഴയ റിസൾട്ടിൻ്റെ ഒറിജിനൽ കാണിക്കും, ചാത്താലും കാണിക്കില്ല. എന്തിനാ പഴയ റിസൾട്ട് എന്തിനാ? നമുക്ക് പുതിയത് ഒന്നേ ടെസ്റ്റ് ചെയ്ത് വീണ്ടും കാണിക്കാം. ഇതാണ് ഷമീർ പറയുന്നത്. നമുക്കപ്പോൾ ഷമീർ 2-2.5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പണിയൊന്നും എടുത്തില്ല. സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ കണ്ട് അതിൽ നിന്ന് റെഫർ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഷമീർ പറയുന്നത് കാണാം. 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ ഓക്കെ 2 മണിക്കൂർ എടുക്കും. അപ്പോൾ 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് കിട്ടും. അപ്പോൾ എനിക്കിതെന്തായാലും ലൈവായിട്ട് ഇത് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ ഇത് എന്താ ഞാനെന്തോ വേറെ ആളെ ഇത് കൊടുത്തു, അല്ലെങ്കിൽ ഹാർഡ് കോപ്പിയിൽ വേറെ ആരതോ മൂത്രം കൊടുത്തു, അങ്ങനെ പലതും എന്തൊക്കെയോ. ഹാർഡ് കോപ്പിയിൽ മൂത്രം കൊടുത്തോ? അങ്ങനെയല്ല മോനെ, മൂത്രം കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഹാർഡ് കോപ്പിയിൽ കൃത്രിമത്വം കാണിച്ചു എന്നാണ് പറയുന്നത്. അല്ലാതെ ഹാർഡ് കോപ്പിയിൽ മൂത്രം കൊടുത്തു എന്നല്ല. അത് വേറെ അർത്ഥം. ഹാർഡ് കോപ്പി എടുത്ത് വെച്ചിട്ട് അതിൽ അതാണ് ഈ പറഞ്ഞ സെൻസ്, അതല്ല മറ്റേത്. ഹാർഡ് കോപ്പിയിൽ ഓൾട്ടറേഷൻ നടത്തി, അതിനകത്ത് മാനിപ്പുലേഷൻ നടത്തി. ഇതാണ് തനിക്കെതിരെ വന്ന ആരോപണം. സ്വന്തമായിട്ടൊന്നും ആരോപണം പോലും അറിയാതാണ് തെളിയിക്കാൻ നടക്കുന്നത്. ഇത് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഹാർഡ് കോപ്പിയോ പഴയതോ ഒന്നും വേണ്ട, ഇവിടെ വന്ന് പുതിയതായിട്ട് എടുത്താൽ പോരെ. പുതിയതായിട്ട് എടുത്താൽ മതിയല്ലോ. പുതിയതായിട്ട് ഈ പറഞ്ഞ പോലെ എടുത്തിട്ടുണ്ട്. അതിന് ബാക്കി നമുക്ക് നോക്കാം. അങ്ങനെയല്ലല്ലോ, ഹാർഡ് കോപ്പി പഴയതല്ലല്ലോ, പുതിയത് അല്ലല്ലോ, പഴയത് തന്നെ വേണ്ടേ? നമുക്ക് പഴയതിനകത്തല്ലേ സംശയം. പഴയത് നീ പ്രൂവ് ചെയ്യാന്നല്ലേ പറഞ്ഞിരുന്നേ. അപ്പോൾ പഴയതിൻ്റെ സംശയമല്ലേ തീർക്കേണ്ടത്. 9 ദിവസങ്ങൾക്ക് മുമ്പേ ഷമീർ ടെസ്റ്റ് ചെയ്യുന്നു. യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും 1.5 ആഴ്ച മുതലുള്ള 2 ആഴ്ച വരെയുള്ള ടെസ്റ്റാണ് കാണിക്കുന്നത്. 9 ദിവസങ്ങൾക്ക് ശേഷം ഷമീർ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്യുന്നു. പഴയ റിസൾട്ട് കാണിക്കുന്നില്ല. പഴയ റിസൾട്ടിൽ പോസിറ്റീവ് വന്നു എന്നുള്ളതാണ് വാദം. തല്ലിക്കൊന്നാലും ഞാൻ പഴയ റിസൾട്ട് കാണിക്കില്ല, വേണമെങ്കിൽ ഒന്നേന്നെടുത്ത് വീണ്ടും കാണിക്കും, അത്രയുള്ള സംഭവം. ഇതൊരുമാതിരി മറ്റേ മൊബൈൽ ഫോണിനകത്ത് കാമുകിയുടെ ചാറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേനും തല്ലിക്കൊന്നാലും ഫോൺ തരത്തില്ല, ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുമെന്ന് പറയുന്നൊരു ടെക്നോളജിയാണ് ഷമീർ ഇവിടെ പയറ്റിയിരിക്കുന്നത്. അപ്പോൾ 9 ദിവസങ്ങൾക്കിപ്പുറം താങ്കൾ യൂസ് ചെയ്ത ആ സാധനത്തിൻ്റെ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ട ആ ഒരു സാധനം പോകും. അപ്പോൾ പിന്നെ നെഗറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഷമീറിനെതിരെ വന്ന മറ്റൊരു സാധനം ജാസിയുടെ എടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇവന്മാർ സ്ക്രിപ്റ്റിൻ്റെ ആശാന്മാരാണ് ഇവന്മാരെല്ലാം. ഇവൻ ഒരു ക്ലിനിക്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു, കണ്ണൂരുള്ള ക്ലിനിക്കിൽ ലിയോ ലാബ് എന്ന് പറയുന്നത്. അവിടെ അവിചാരിതമായി ജാസി നീ എന്താ ഇവിടെ, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വന്നു, നീ എന്താ ഇവിടെ, ഞാനും ടെസ്റ്റ് ചെയ്യാൻ വന്നു, എന്ത് അവിചാരിതമായ കാഴ്ചയാണല്ലേ നമ്മുടേത് എന്നും പറഞ്ഞിട്ടൊരു സാധനം. യവന്മാർ സ്ക്രിപ്റ്റിൻ്റെ ആശാന്മാരാണ്. പക്ഷേ പ്രശ്നം എന്നാണെന്നറിയോ, ഒരൊറ്റ സ്ക്രിപ്റ്റ് പോലും വിജയിച്ചിട്ടില്ല. എല്ലാം ഉടായ്പാന്ന് നാട്ടുകാർ പൊക്കും. നമുക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന് കാണാം.
ഇതെന്താ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാളെയും കൂടി വാട്ട് ആൻ അൺഎക്സ്പെക്ടഡ് ക്ലിക്ക് ബൈ അവൻ്റെ ക്യാമറമാൻ. അൺഎക്സ്പെക്റ്റഡാ. രണ്ടുപേരുടെയും വീട് ഇവിടുന്ന് ഒരു ബന്ധവുമില്ല. ഈ ലിയോ ലാബ് എന്ന് പറയുന്ന ക്ലിനിക്ക് കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളായി കിടക്കുന്നു, ക്രെഡിബിലിറ്റി ഉള്ളൊരു ലാബാണ്. പക്ഷെ രണ്ടുപേരും ഒരേ ക്ലിനിക്കിൽ ഒരേ സമയം ഒരേപോലെ മൂത്രം ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. ഓഹോ, എന്തൊരു അവിചാരിതമായ മുഹൂർത്തമാണിത്. ഇത് ഇമാതിരി സാധനം ഒന്നും തെലുങ്ക് പടത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരാളെയും കൂടി സത്യം ഞാൻ ചെയ്യാൻ മതി. ഞാൻ വീഡിയോ സംഭവം ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പൊ ഓൾറെഡി ഇവരൊക്കെ ഇതിട്ടല്ലോ. ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. എടാ, നീ ആദ്യം ഷമീറിന്റെ ലൈവിനകത്ത് നീയും ടെസ്റ്റ് ചെയ്തില്ലേ? ക്ലീനാടാ ജാസി, ക്ലീനാടാ, തിന്മയും അല്ല, ഡയലോഗ് എന്തായിരുന്നു? അങ്ങനെ ഒരു സാധനം നീ അടിച്ചു വിട്ടില്ലായിരുന്നോ നിന്റെ അന്നത്തെ ടെസ്റ്റ് റിസൾട്ട് അവിടെ? നീ പിന്നെന്തിന് ഇങ്ങനെയൊക്കെ ഉള്ള? അപ്പം അന്ന് ഷമീർ മാത്രമേ ടെസ്റ്റ് ചെയ്തുള്ളൂ. നിനക്കെതിരെയല്ലേ ഏറ്റവും കൂടുതൽ അലിഗേഷൻ വന്നേ? ഇതിനകത്ത് എന്തൊക്കെയോ ചില അപാകതകളുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നല്ല പോലീസുകാരെ പിടിച്ചോണ്ട് കഴിഞ്ഞാൽ അവരുടെ ടെസ്റ്റ് ചെയ്ത് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ ആദ്യം വിചാരിച്ചു. എന്തായി കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നതുകൊണ്ട് പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ. ഓ, അതിനൊരു മറുപടിയും ഇല്ല ഷമീർ. അതെ അതെ, മറ്റേ നമ്മൾ ന്യൂസ് ചാനലിലേക്ക് വിളിച്ചിട്ട് ഹലോ രമേശ് കേൾക്കുന്നുണ്ടോ, ഹലോ പറയൂ, ഓക്കെ കേൾക്കുന്നുണ്ട് സജീവ്, കേൾക്കുന്നുണ്ട്. ആ ഒരു സാധനത്തിലാണ് ഇവരുടെ ഒരു മോണോ ആക്ട് അല്ലല്ലോ, ഡബിൾ ആക്ട് വരുന്നത്. അതന്നെ ഞാൻ ഇതിന്റെ അപ്പുറത്ത് ചെയ്തതാണ്, സംഭവം അറിയില്ല. അപ്പൊ ഗൈസ്, ഓ എങ്ങനെ ഞാൻ ഓൻ അപ്പുറത്ത് ചെയ്തെന്ന് തോന്നുന്നു. ഓന് സംഭവങ്ങളൊന്നും അറിയുന്നില്ലെന്നോ? നീയും യവനും മമ്മും കൂടെ ഒന്നിച്ചല്ല സാമാന്യം ടെസ്റ്റ് ചെയ്യാൻ പോയല്ല. മമ്മു ഇല്ലായിരുന്നു, നീയും ജാസിയും കൂടെ ഒന്നിച്ചല്ലേ ടെസ്റ്റ് ചെയ്യാൻ പോയത് അന്നത്തെ വീഡിയോയിൽ 9-10 ദിവസങ്ങൾക്ക് മുമ്പ്. ഒന്ന് പറയട്ടെ, ഇതിന്റെ അപ്പുറത്ത് ചെയ്തതാണ്, സംഭവം അറിയില്ല. അപ്പൊ ഗൈസ്, സംഭവം എന്താണെന്ന് വെച്ചാല് കുറച്ച് കാര്യങ്ങൾ അലിഗേഷൻസ് ഉണ്ട്. കുറച്ച് അലിഗേഷൻസോ? കുറച്ചധികം അലിഗേഷൻസ്. എന്നിട്ട് കാറിൽ നിന്നും പലപ്പോഴായി പുള്ളിക്കാരിൻ്റെ മാന്യതയുടെ മുഖപടലം പത്ത് വിടർത്തി ആടുന്ന സീൻസ് ഉണ്ട്. അതോടെ നമുക്ക് കാണാം കേട്ടോ. ഞാൻ അന്നും കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറയുന്നത്, ഇന്നും കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അന്നും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്, ഇന്നും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേനും അത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പായി മാറരുത് കേട്ടോ. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഹാർഡ് കോപ്പിയിൽ കള്ളത്തരം കാണിക്കാന്നാ പറഞ്ഞത്. അപ്പൊ ഹാർഡ് കോപ്പി ഞാൻ കാണിച്ചതിനെ കൊണ്ട് കാര്യമില്ല. കാരണം ഓക്കെ, ഹാർഡ് കോപ്പിയിൽ കള്ളത്തരം കാണിക്കാമെന്നാണ് പറയുന്നത്. ഹാർഡ് കോപ്പിയിലേക്ക് കാണിക്കുന്നത് തെറ്റില്ല, അല്ല ഇനി കാര്യമില്ലെന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യം ഹാർഡ് കോപ്പി കണ്ടിട്ട് വരാം. ഇത് സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞു തന്ന വഴിയിലൂടെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് സീക്രട്ട് ഏജൻറ്റ് വീഡിയോ തന്നെ കാണുക. പുള്ളി പക്ക പേരിനോട് നീതി പുലർത്തിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പുള്ളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സംഭവം ഇവൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത റിസൾട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇവൻ്റെ ഇതിനകത്ത് ഏറ്റവും മേളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു SID നമ്പർ കാണാം. 11012015 എന്ന് പറഞ്ഞിട്ടൊരു നമ്പരും കാണാം. ഇവൻ ടെസ്റ്റ് ചെയ്ത ഡേറ്റ് 27/6/2026 എന്ന ഡേറ്റും കാണാം. ഇതിൻ്റെ താഴെ ഇവൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലിങ്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ലിങ്കാണ്. അവിടെ വരെ നിൽക്കട്ടെ. അപ്പോൾ ഇത് ഷമീറിൻ്റെ പഴയ റിസൾട്ടാണ്. പഴയ റിസൾട്ടിൻ്റെ SID നമ്പർ 05004061 എന്നുള്ളതാണ് ഷമീറിൻ്റെ പഴയ ടെസ്റ്റിൻ്റെ റിസൾട്ട്. അതിൻ്റെ ഡേറ്റ് 18/6/2026. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം പോസിറ്റീവാണ് നമുക്ക് കാണിക്കുന്നത്. ഷമീർ ഫുള്ളി നെഗറ്റീവാണെന്ന് പറഞ്ഞാൽ ശരിക്കും പോസിറ്റീവാണ്. ഇതെങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷമീർ അവൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഈ പുതിയ റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക്. ആ ലിങ്കിലേക്ക് നമ്മൾ കുത്തി കയറുമ്പോൾ അതെ, ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുന്നു. സീക്രട്ട് ഏജൻറ്റ് കാണിച്ച സഫാരി കയറുന്നിട്ടോ, ഞാൻ തന്നെ കയറി ചെക്ക് ചെയ്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ആ ലിങ്ക് കോപ്പി ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് ടാബ് ഓപ്പൺ ചെയ്യുക, ആ ടാബിൽ അത് പേസ്റ്റ് ചെയ്യുക. ടാബിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ 11012001 എന്നുള്ളിടത്ത് ഷമീറിൻ്റെ പഴയ ടെസ്റ്റിൻ്റെ റിസൾട്ട് പഴയ SID നമ്പർ അടിച്ചു കൊടുക്കുക. അതിൻ്റെ അപ്പുറത്ത് 26/6/2027 എന്നുള്ളിടത്ത് 27/18 ആക്കുക. അതായത് അന്ന് ടെസ്റ്റ് ചെയ്ത് ഇത് നോക്കുക. ഓക്കെ, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് കാണിക്കാം കേട്ടോ. ബാക്കി ഇവിടെ പോട്ടെ. അപ്പം നമ്മൾ അവിടുത്തെ അവൻ്റെ ആ പഴയ റിസൾട്ട് പ്രകാരമുള്ള SID നമ്പർ അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഡേറ്റിനകത്തെ 27 മാറ്റിയിട്ട് അവിടെ നമ്മൾ ആൾട്രേഷൻ നടത്തി അന്നത്തെ ഡേറ്റ് അടിച്ചു കൊടുക്കുന്നു. 18 എന്നാക്കുന്നു. ഓക്കെ, 18 എന്നാക്കി കഴിയുമ്പോഴത്തേനും അണ്ണൻ്റെ പഴയ റിസൾട്ട് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പഴയ റിസൾട്ട് പ്രകാരം അണ്ണൻ്റെ ഒരെണ്ണം പോസിറ്റീവാണ്.
അപ്പോൾ ഇതൊരു തരത്തിലും ഉടായ്പ കാണിക്കാൻ പറ്റത്തില്ല, ഡയറക്റ്റ് സൈറ്റിൽ നിന്ന് വന്ന സാധനമാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷമീർ പഴയ ഇത് കാണിച്ചതിനകത്ത് ഇത് സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ എടുത്ത സ്ക്രീൻഷോട്ട് കേട്ടോ. 05004061 എന്ന് പറയുന്ന ഇവൻ്റെ SID നമ്പർ കാണാനായിട്ട് സാധിക്കും. സീക്രട്ട് ഏജൻറ്റ് ടാബിൽ ഇന്നലെ കാണിച്ചതാണ്. അപ്പോൾ ഈ സാധനം ഞാൻ നോക്കിയായിരുന്നു. ഇത് ഇവിടെ മാത്രമല്ല, പല ഭാഗത്തും ഈ സാധനം കാണാം. ഓക്കെ, ഇതുപോലെ ഹൈഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഡേറ്റ് നമുക്ക് കാണാം 18/6/2026. യവൻ മിറർ ഇമേജ് ബുദ്ധി കൂടിപ്പോയ മണ്ടന. ഇനി മറ്റൊരു ഫോട്ടോയ്ക്കകത്ത് ഈ സാധനം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ടൈം കാണിക്കാം. 14:14 എന്ന് പറയുന്ന ടൈം സംഭവത്തിൽ ഇവൻ്റെ കയ്യബദ്ധം പറ്റി ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചെകുത്താൻ്റെ വീഡിയോയിൽ വന്നു എന്ന് പറയുന്നത് പോലെ ആ നമ്പർ കാണാം 05004061. ഇത് തലകുത്തിപ്പോയതാണ്, മിറർ ഇമേജ്. അത് ശരിയാക്കി കഴിഞ്ഞ് ഈ സാധനം കാണാൻ പറ്റും. ഞാൻ പിന്നെ സീക്രട്ടേൻ്റെയൊക്കെ കാണിച്ചോണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് കുത്തിരുന്ന് പണിയെടുത്ത് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താണ് സംഭവം? അന്നത്തെ റിസൾട്ടിനകത്ത് ഒരെണ്ണം പോസിറ്റീവാണ്. ചത്താലും അത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. ഇനി ഇവൻ പറയുന്ന ഡയലോഗുകൾ നിങ്ങൾ കേട്ടോണം. ഓക്കെ, ഇനിയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് റിസൾട്ട് ഞാൻ അന്നും കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറയുന്നത്, ഇന്നും കോൺഫിഡന്റ് ആയിട്ട് തന്നെയാ പറയുന്നത്. അന്നും കോൺഫിഡൻ്റ് ആണ്, ഇന്നും കോൺഫിഡൻ്റ് ആണ്, മാറ്റമില്ലല്ലോ. ശരി, ഹാർഡ് കോപ്പിയിൽ കള്ളത്തരം കാണിക്കാന്നാ പറഞ്ഞത്. അപ്പൊ ഹാർഡ് കോപ്പി ഞാൻ കാണിച്ചതിനെ കൊണ്ട് കാര്യമില്ല, കാരണം ഞാൻ കള്ളത്തരം കാണിച്ചതെന്നേ പറയൂ. അത് കള്ളത്തരം കാണിച്ചല്ലേ, കള്ളത്തരം കാണിച്ചോണ്ടല്ലേ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞേ. ഹാർഡ് കോപ്പിയിൽ കള്ളത്തരം ഇല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് പറഞ്ഞ പോലെ ആ കവറിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുത്തിട്ട് അതും കാണിച്ചാൽ പോരെ. അത് അങ്ങനെ കാണിക്കാൻ പറ്റുന്നത്, അത് കാണിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ പുതിയതായിട്ട് ടെസ്റ്റ് ചെയ്ത് വയ്ക്കാം. പഴയ ഒരു പൊറോട്ട സൂര്യയുടെ പടമുണ്ട്, 50 പൊറോട്ട തിന്നണം, എല്ലാം തിന്നു കഴിയുമ്പോൾ യവന്മാർ കണക്കി കള്ളം കാണിക്കും. ഇല്ല എല്ലാ ഇത് മായ്ച്ചോളാം, ഞാൻ ഒന്നേന്ന് തിന്നാം. അതേപോലെ ഇതിന് പറ്റത്തില്ല, ഇനി ഞാൻ ഒന്നേന്ന് വേണേൽ വീണ്ടും സെറ്റ് ചെയ്യാം. എടാ, നിനക്കെതിരെ വന്ന ആരോപണം എന്താ? നീ എക്സിസ്റ്റിംഗ്ലി കാണിച്ച റിപ്പോർട്ടിനകത്ത് ഫോർജറി ചെയ്തു. ഇതാണ് നിനക്കെതിരെ വന്ന ആലോചന, അല്ല ആരോപണം. നീ പെടും, വട്ടത്തിലും നീളത്തിലും പെടും. ഇതിപ്പോൾ മറ്റേ തൂഫാന് കേസെടുക്കാനുള്ള വകുപ്പാക്കി കൊടുത്തു. ഇതിപ്പോൾ ക്ലിനിക്കുകാർക്ക് അവരുടെ ക്രെഡിബിലിറ്റി നശിപ്പിച്ചു, അവരുടെ റിസൾട്ട് മെഡിക്കൽ റിപ്പോർട്ട് എഡിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കാൻ പറ്റും. നീ വട്ടത്തിലും നീളത്തിലും ഞാൻ കാണിക്കാം. അത് വേണമെങ്കിൽ ഞാൻ ഒരു ബ്ലോഗ് ആക്കിയിട്ട് ഹാർഡ് കോപ്പി ഞാൻ ഇടുന്നത് ഞാൻ കാണിക്കും. ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതെന്താ നിൻ്റെ കയ്യിൽ ഇല്ലാത്തേ? നിൻ്റെ കയ്യിൽ തന്നു, നീ അത് വീട്ടിൽ പോയിരുന്നിട്ടല്ലേ ഈ സാധനം എടുത്ത് കാണിച്ചേ? നിൻ്റെ ഇല്ലാത്തതല്ല, നമ്മൾ എടുത്തില്ല. അത് അങ്ങനെ കറക്റ്റായിട്ട് പറ. അവിടുന്ന് ഞാൻ എടുത്ത് കാണിച്ചത് അത് ഫയലായിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് കാണിച്ചാലും ഈ പറഞ്ഞ പോലെ ഞാൻ വെട്ടിപ്പ് നടത്തി എന്നല്ല പറഞ്ഞത്. അപ്പോൾ നമുക്ക് ലൈവാക്കി നോക്കാം. അതല്ലേ അതിൻ്റെ ന്യായം. അതല്ലല്ലോ അതിൻ്റെ ന്യായം. അതെങ്ങനെ അതിൻ്റെ ന്യായമാകുന്നേ? 10 ദിവസം മുമ്പേ നീ ഒരുത്തൻ്റെ കരണം നോക്കി അടിച്ചു എന്ന് വെക്കുക. അത് കഴിഞ്ഞ് 10 ദിവസങ്ങൾക്കിപ്പുറം അന്നടിച്ചത് ശരിയായില്ല, ഞാൻ ഇപ്പോൾ വേണേൽ ശരിക്കും അടിച്ചു തരാം, അന്നടിച്ചത് മറന്നേരെ എന്ന് പറയുന്ന പോലെ. പക്ഷെ അടി കിട്ടിയവൻ്റെ മോന്തൊക്കെ പാടിയിരിക്കൂലേ? നീ അന്ന് കാണിച്ച റിസൾട്ട് ഫോർജറി ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു സാധനമില്ലേ? അവനെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കുട്ട, അതിനകത്ത്. ആ സാധനം പോയി. സീക്രട്ട് ഏജന്റ് തൂക്കി, അടിയോടെ തൂക്കി. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മെഴുകലെന്ന് പറഞ്ഞ എക്സ്ട്രീം. ഇത് ആരീത് ഇമ്മാതിരി സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി തരുന്നേ? പരാജയം എന്ന് പറഞ്ഞാൽ ലോക പരാജയം. ചില തുക്കട സിനിമകൾക്ക് പോലും ഇത്രയും വൃത്തിയായിട്ട് സ്ക്രിപ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ജാസിയെ കാണുമ്പോഴത്തേനും ഓഹോ ജാസി താങ്കളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു, എന്താണാവോ കാരണം? വൗ, വാട്ട് എ നാച്ചുറൽ ആക്ടിങ്. ഓക്കെ അപ്പൊ ഇത് റിസൾട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഈ നിനക്കെന്തിനാ ടെൻഷൻ? നീ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്നല്ലേ പറഞ്ഞേ? കോൺഫിഡൻ്റ് ആയിട്ടുള്ള നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിനക്ക് അറിഞ്ഞൂടെ ഇത് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം? പുരിയല്ലേ? അതെന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ? നീ പച്ചില ഭക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നേരത്തെ വന്ന റിസൾട്ടിനകത്ത് അത് നെഗറ്റീവ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തിനാ എജ്ജി ടെൻഷൻ അടിക്കുന്നേ? അറിയില്ല, അതൊക്കെ ഒരു മിസ്റ്ററി മാത്രം. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. ഇത് വെറുതെ ബായിനെ കൊണ്ട് പറയല്ലാണ്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞാൻ ഈ പറഞ്ഞല്ലോ, ഞാനിത് എങ്ങനെ ഇനിയിപ്പോൾ ഹാർഡ് കോപ്പി കാണിക്കുമ്പോൾ പറയുന്ന ഹാർഡ് കോപ്പി ഫേക്ക് ചെയ്യാൻ പറ്റും, അതിൽ വേറെ ആളെ ഇത് വെച്ച് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പോൾ അതില്ല. അപ്പോൾ ഇതെന്താ, ഇതിന്റെ അർത്ഥം എന്താ മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ അല്ല, സീക്രട്ട് ഏജന്റ് വീഡിയോ ഇട്ടതിനോടൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം ഇനി കുഴപ്പം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നെഞ്ചത്തോട്ട് പോയി കയറി കിട്ടിയതൊന്നും പോരല്ലേ. ഈ പറഞ്ഞ സംശയം തോന്നി അത് ഇതാക്കി. പക്ഷെ അത് സംശയത്തിന്റെ ഒരു മാർക്ക് അവിടെ വെക്കണമായിരുന്നു, അല്ലാതെ കംപ്ലീറ്റ്ലി ഇത് പറയരുതായിരുന്നു ബ്രോ. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു സംശയത്തിന്റെ ഒരു ഇത് അവിടെ വെക്കണമായിരുന്നു. കംപ്ലീറ്റ്ലി ഒരാളെ ഇതാക്കിയിരുന്നു. അത് അങ്ങേർക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് സംശയത്തിൻ്റെ ഇതിൽ പോലും വെക്കാതെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് അടിച്ചത്. ഓക്കെ, ഇപ്പം അങ്ങേര് പറഞ്ഞത് കറക്റ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. നേരത്തെ ഈ ഷമീറിന് സീക്രട്ട് ഏജൻ്റ് ഒന്നും ഇല്ല, അരിയണ്ണൻ, അരിമേടിക്കുന്നു, BMW എന്നൊക്കെ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ സീക്രട്ട് ഏജൻറ്റ് ബ്രോ എന്നൊക്കെ ആയിട്ടുണ്ട്. കൊള്ളാം.
എന്താന്ന് ഇതാ അതിൽ കാണിക്കുന്നുണ്ട്. അതാണ് സർപ്രൈസ് വ്ളോഗ്. അപ്പൊ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ. അപ്പൊ അതിൽ എന്നെ സഹായിച്ചവർക്ക് പോലും പണി തരുന്ന പോലത്തെ, അല്ലെങ്കിൽ അവർ പോലും എന്നെ സംശയിക്കുന്ന രീതിയിലാണ് ഈ സംഭവം വന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ ലൈവായിട്ട് ഈ സംഭവം വന്ന് കാണിക്കാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ കാണിക്കാം. എന്നിട്ട് നമുക്ക് എനിക്ക് ഇതിന്റെ ബാക്കിൽ നിന്ന് ഓടാനോ ഇതിന്റെ ബാക്കിൽ നിന്ന് പറയാനോ ഒന്നും ഞാനില്ല. ഇനിയിപ്പോ പറയാലോ, ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ബാക്കില്ലെന്ന്. ഞാൻ തെളിയിച്ചു, എന്റെ കരങ്ങൾ ശുദ്ധമാണ്. പക്ഷെ ഇവിടെ ഇച്ചിരി മഷി ഇരിപ്പുണ്ട്, അത് കാര്യം വെക്കണ്ട, ബാക്കിയൊക്കെ ശുദ്ധമാണ് എന്ന് പറയുന്ന പോലെ ആയിപ്പോ എല്ലാം മുന്നേ. ഇതിനിപ്പോ നിന്റെ പെടലിക്കായല്ലോ. ഞാൻ ഇത് ഇട തീർക്കുകയാണ്. ഇത് ഞാൻ ഇട വിട്ടു. ബാക്കി ഇനി എന്താന്ന് വെച്ചാൽ പറയുന്നവർ പറയട്ടെ, ഇതാക്കുന്നവർ ഇതാക്കട്ടെ. നെഗറ്റീവ് ആണെങ്കിൽ പറയുന്നവർ പറയട്ടെ, പോസിറ്റീവ് ആണെങ്കിൽ പറയുന്നവർ പറയട്ടെ, എന്തോ ആയിക്കോട്ടെ. ഞാനിത് ഈ കേസ് ഇവിടെ തീർക്കുകയാണ്. റിസൾട്ട് വരുന്നതോടുകൂടി നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് എന്താണെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലായി? അതെങ്ങനെ ഈ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആകുന്നത് എങ്ങനെയാ? നെഗറ്റീവ് അല്ലേ? ഷമീറിന്റെ മൈൻഡ് പ്രകാരം നേരത്തെ നെഗറ്റീവാണ്, ഇപ്പോഴും നെഗറ്റീവാണ്. ഷമീർ ഇതൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല. പിന്നെന്തിനാ ഈ പോസിറ്റീവ് എന്നൊരു സാധനം അതിനകത്ത് വരുന്നത്? അതിൽ തന്നെ എന്തോ ഷമീറിന് തന്നെ ഷമീറിന്റെ വിശ്വാസം ഇല്ലയോ? നീ ഉറങ്ങി കിടക്കുമ്പോൾ ഇവന്മാരായാലും അണ്ണാക്കി തിരികെ തരുന്നതാണോ? എനിക്ക് വേണമെങ്കിൽ ഇത് ലൈവ് വരാണ്ടിരിക്കാം, ഒളിച്ചിരിക്കാം. ഈ പറഞ്ഞ പോലെ ഫേക്ക് ആയിട്ട്. അതായിരുന്നു നല്ലത്. ലൈവ് വരാണ്ട് ഒളിച്ച് നിൽക്കുന്നതായിരുന്നു നല്ലത്. ഇതിപ്പോ മൊത്തത്തിൽ സീനായല്ലോ മോനുസേ. സാധനം ക്രിയേറ്റ് ചെയ്യാം, ഒന്നും വേണ്ട. ലൈവായിട്ട് ഞാൻ വന്നിട്ടുണ്ട്, സാധനം കാണിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നു. ഇത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും രണ്ടായാലും എടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇതെങ്ങനെയാണ് ഇതിനകത്ത് 2 റിസൾട്ട് വരുന്നത്? ഇവൻ ഇത്രയും ഉറപ്പാണ് ഇവൻ ഈ സാമാനം അടിച്ചിട്ടില്ലെന്ന്. പിന്നെ അതിനകത്ത് എങ്ങനെയാണൊരു മനസ്സിലായില്ല. നമുക്കായാലും ഇനി റിസൾട്ട് പബ്ലിക്കിനെ കാണിക്കുന്ന സാധനം കൂടെ നമുക്കൊന്ന് കാണാം. ഇതാണ് റിസൾട്ട്. എന്താണെന്നറിയില്ല, ഞാൻ തന്നെ നോക്കട്ടെ. ഒന്ന് പിടിക്കാം, ഞാൻ തെറ്റാണോ? ഓക്കെ. ഇതിപ്പോൾ ഏതെങ്കിലും പോസിറ്റീവ് കാണിച്ചായിരുന്നെങ്കിൽ വന്നു ഗൈസ്, എല്ലാം നെഗറ്റീവ് വന്നു ഗൈസ് എന്ന് പറഞ്ഞ് മടക്കി വെക്കും. പക്ഷേ അതേ സമയത്ത് നെഗറ്റീവാണ് കാണിച്ചത്. കാരണം ഇപ്പോൾ ഒന്നെങ്കിൽ 9 ദിവസത്തിനിപ്പുറം ഒരു 2 ആഴ്ച ഗ്യാപ്പിൽ കാണിക്കുന്നെങ്കിൽ പിന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് വീണ്ടും ആരോപിക്കുന്ന പോലെ തന്നെ അവിചാരിതമായി വന്ന ജാസിയുടെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇത് ആദ്യത്തെ പോലെ തന്നെ. ആദ്യത്തെ പോലെ തന്നെ. യെസ്. ഇനിയുള്ള അഭിനയമാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, നമ്മുടെ ഓസ്കാർ അവാർഡ് മേടിക്കുന്ന നടന്മാർ വരെ മാറി നിൽക്കുന്ന തരത്തിലുള്ള ജാസിയുടെ അല്ലല്ലോ, ഷമീറിന്റെ മാസ്മരിക പെർഫോമൻസ് ആണെങ്കിൽ നോക്കാം. ആർക്കും വേണമെങ്കിൽ ഇതാക്കാം. എനിക്ക് ഇതിൽ കുറെ കൂടുതൽ സംസാരിക്കാനോ ഇനി ഇതിന്റെ ബാക്കിൽ നിന്ന് കുറെ 2 എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് അത് ഇതാക്കി റീച്ചാക്കാനോ ഇതാക്കാനോ എലിഗേഷൻസ് വേറെ ഒരാളെ പേരിൽ പറഞ്ഞ് ഇതാക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. ഇത് ഇല്ല, അവന്മാർ ഇറങ്ങി വെളി നിൽക്കുകയായിരുന്നു കേട്ടോ. ഇൻ കേസ് പോസിറ്റീവ് എന്ന് കാണിച്ചാൽ അതുവഴി കണ്ടംപൊഴി ഓടിയേക്കാം. നെഗറ്റീവ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓടി കാറി കഴിഞ്ഞിട്ട് കണ്ടോടാ ക്ലീൻ ആടാ നമ്മൾ ക്ലീൻ ആടാ എന്ന് പറയാം. അതാണ് ടെക്നിക്ക്. അവരാരാണോ അവർ തെളിയിക്കട്ടെ. ഞാൻ എൻ്റെ കാര്യം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം വേറെ ആർക്കാണോ ഇതുള്ളത് അവർ ക്ലിയർ ആക്കണം. ഞാൻ ലൈവായിട്ട് വന്ന് ലൈവായിട്ട് എൻ്റെ മൂത്രം കൊടുത്ത് ലൈവായിട്ട് ഇവിടെ കാണിച്ച് ലൈവായിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതോടുകൂടി എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ ഇനി ഇതിന്റെ ബാക്കിൽ നിന്ന് നടക്കുക, ഇതിന്റെ മറ്റേ ഇത് നോക്കിയിട്ട് നടക്കാൻ എനിക്ക് സമയമില്ല, എന്നെ കൊണ്ട് പറ്റുകയും ചെയ്യില്ല. എനിക്ക് മൈൻഡ് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഒരു 100 ഇതിന്റെ പ്രശ്നത്തിന്റെ ബാക്കിൽ നിന്ന് നടക്കുന്നത്. അപ്പൊ ഇത് ഫേക്ക് ആക്കി എന്ന് പറയുകയാണെങ്കിൽ ആദ്യമേ ഇത് ഫേക്ക് ആക്കിയാൽ പറയടാ മൊണ്ണകളെ. ആരാടാ ഇതിനകത്ത് മൊണ്ണ? നിനക്കെന്നാ ആദ്യമേ നിനക്കങ്ങ് ഫേക്ക് ഉണ്ടാക്കിയ പോലായിരുന്നു. നിനക്കറിയത്തില്ലേ നീ ഈ സാമാനം അന്ന് അടിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം? നീയാണ് ലോകോത്തര മൊണ്ണ, ലോകം 1-ാം നമ്പർ മൊണ്ണ നീയാണ്. നീ ഇപ്പോൾ ഈ ചെയ്ത കാര്യം കൊണ്ട് സംഭവിക്കുന്നത് എന്തെന്നറിയോ? നിന്റെ ക്രെഡിബിലിറ്റി പോയി. നിനക്കെതിരെ തൊപ്പി കുറേ ആരോപണം നടത്തിയായിരുന്നു. നീ കുണ്ടലേശ്വരനാണെന്നുള്ളൊരു ആരോപണം. ആ ആരോപണം ഇപ്പോൾ നീ പറയുന്ന ഫുള്ള് കള്ളമാണ്. നിനക്ക് ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ള സാധനമാണ് നീ ഇവിടെ വന്നിരുന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് സംഭവിക്കുന്നത് എന്താ? അപ്പുറത്ത് തൊപ്പി പറഞ്ഞതിനകത്ത് എന്തോ ചില ശരികളുണ്ടോ എന്ന് ആൾക്കാർ വിശ്വസിച്ചു തുടങ്ങും. ഇനി അത് നീ എങ്ങനെ പ്രൂവ് ചെയ്യും? കള്ളത്തരം കാണിച്ചോ മോനെ. പക്ഷെ അതിനൊക്കെ ഒരു മര്യാദ വേണം. നീ കാണിക്കുന്നത് ഇല്ലായ്മയാണെന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ നീ വന്നിരുന്ന് മറ്റവനെ വെല്ലുവിളിക്കുകയും അമ്മാതിരി പരിപാടി ചെയ്യില്ല. നീ വന്ന് മര്യാദയ്ക്ക് കാണിച്ച് ന്യായീകരിച്ച് മെഴുകിയിട്ട് പൊക്കോണം. അതിന് പകരം വന്ന് എടാ സീക്രട്ട് ഏജന്റ് BMW മേടിച്ചോടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അടിച്ച് അണ്ണാക്കി തരും. അതാണ് സംഭവിച്ചത്. ബുദ്ധിയില്ലാത്തവന്മാരെ നിനക്കാ മോനെ ബുദ്ധിയില്ലാത്തേ.
നീ ആ മറ്റേ പഴയ സാമാനം എടുത്ത് കാണിച്ചപ്പോൾ അവിടെ നിനക്കൊന്ന് ഒരു വെള്ള പേപ്പർ വെച്ച് ഒട്ടിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ പണി കിട്ടുമായിരുന്നോ? ഇങ്ങനെ മാറ്റിയിട്ട് എഡിറ്റ് ചെയ്ത് കാണിച്ചതാ. ആ സാധനം സ്ക്രീൻഷോട്ട് കാണിച്ചപ്പോഴത്തേനും നീ അതിൻ്റെ SID നമ്പർ പെടുകയും നീ വട്ടത്തിലും നീളത്തിലും ഈ വിഷയത്തിൽ പെടുകയും ചെയ്തു. ആർക്കാ ബുദ്ധി ഇല്ലാത്ത ശരിക്കും? നിനക്കൊന്നും തലച്ചോറേ ഇല്ല. നീയൊക്കെ കുറേ സ്ക്രിപ്റ്റിൻ്റെ മേളിൽ ജീവിക്കുന്നവന്മാരാണ്. കഷ്ടം. ഇതാണ് ജാസിന്റെ റിസൾട്ട്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഫേക്ക് ആക്കി എന്ന് പറയുന്നു, അരിയണ്ണം പറയുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് പറയുന്നു ഞാൻ ഫേക്ക് ആക്കി. ഓക്കെ ബ്രദർ, ഞാൻ ഫേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇത് ആദ്യം അങ്ങ് ചെയ്താൽ പോരെ? അതിനുള്ള ബുദ്ധി നിനക്കില്ലല്ലോ. നിനക്ക് അങ്ങനെയാണെങ്കിൽ നീ ഇത്രയും മണ്ടത്തരം ഇതിനകത്ത് കാണിച്ചു വെക്കുവോ? അന്നേരം നിനക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഇല്ല. നിന്റെ മൈൻഡ് പ്രകാരം നീ ഇത് യൂസ് ചെയ്തിട്ട് ഇത്ര ദിവസമായി നെഗറ്റീവ് കാണിക്കുമെന്നാണ് നീ ചിന്തിച്ചത്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ആദ്യം നീ ഒരു ലാബിൽ പോയി ടെസ്റ്റിന് കൊടുത്തായിരുന്നു. ടെസ്റ്റിന് കൊടുത്തിട്ട് അത് കിട്ടാൻ 4 ദിവസം കൊടുക്കും 5 ദിവസം കൊടുക്കും എന്ന് പറഞ്ഞായിരുന്നു. ആ റിസൾട്ട് എവിടെ? അത് കഴിഞ്ഞിട്ട് നീ 2 മണിക്കൂർ കിട്ടുന്ന ഈ ലിയോ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ റിസൾട്ട് എന്ത് ചെയ്യേ? ഈ ഫസ്റ്റ് റിസൾട്ട് വന്ന് നീ എന്തിന് ഫോർജറി ചെയ്ത്? ഈ റിസൾട്ട് എങ്ങനെ നെഗറ്റീവ് വന്നു? ഇത് ഫുള്ള് മിസ്റ്ററി ആണല്ലോ ഇത്. ഇതിപ്പോൾ ലാബുകാരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന സാധനമാണ്. അവന്മാർ നിനക്ക് കയറിയോണ്ട് കേസ് കൊടുക്കും. നീ പെടും. നീ ഒന്നും പേടിക്കല്ല, നീ പെടും. ഫുൾ സപ്പോർട്ട്. എനിക്ക് ആദ്യം തന്നെ എൻ്റെ ഈ പറഞ്ഞ പോലെ 3-4 ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ 4 പേര് ഇരിക്കുന്നുണ്ട്. മനസ്സിലാ? ഈ എല്ലാം ഒന്നിനൊന്നും മെച്ചം. ഇനി അതുങ്ങളെല്ലാം പഞ്ചാബ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് നീ ഇപ്പോൾ പബ്ലിക്കലി വന്ന് തെളിയിച്ചു നീ പ്രശ്നമാണ്. നീ പെട്ടടാ, നീ പെട്ട്. നിനക്കൊന്നും നോക്കാനില്ല. 4 പേരിൽ ഏതെങ്കിലും ഒരുത്തന്റെ മൂത്രം എടുത്ത് കൊടുത്താൽ പോരെ? ഞാൻ അത്രക്ക് പൊട്ടനാന്നോടാ. യെസ്, യു ആർ എ പൊട്ടൻ. യു പ്രൂവ്ഡ് ഇറ്റ്. നീ അത് വളരെ വ്യക്തവും ശക്തവുമായി സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ തുറന്നു കാണിച്ചു നീ ഒരു പൊട്ടനാണെന്നുള്ള കാര്യം. നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സഹിക്കുക. ഇത് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ മേളിൽ എങ്ങനെ എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല. ഞാൻ ഒന്നും പറയുന്നില്ല. അതായിരിക്കും നല്ലത്. നീ ഒന്നും പറയണ്ട, ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടായ കാര്യങ്ങൾ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് വന്നിരുന്ന് മെഴുകിയിട്ടങ്ങ് പോകണം. അതിന് പകരം ഇമ്മാതിരി ഷോ ഇറക്കരുത്. ഇതിനിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനെതിരെ അന്വേഷിക്കണം. എന്നിട്ട് ഇതുങ്ങളെ എല്ലാം തൂക്കണം. എന്നിട്ട് മറ്റേ മുടിയും അന്നനാളം വരെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണം. പ്രശ്നക്കാരനാണെങ്കിൽ അവനെല്ലാം തൂക്കി അകത്തിടണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഏതായാലും ഷമീർ ഇതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾക്കൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷമീർ കണ്ട് സീക്രട്ട് ഏജൻറ്റ് തൂക്കിയല്ലോ എന്നതാ കണ്ടു. ബാക്കി നോക്കാം. അടുത്ത ന്യായീകരണമായിട്ട് വരട്ടെ. ഷമീറെ, ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, മൈൻഡ് ചെയ്യില്ല കേട്ടോ. എണ്ണു മാത്രമേ മൈൻഡ് ചെയ്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുമ്പോൾ ഇട്ടാണ് വരെ.